ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ നിന്നും അംഗനവാടിയിൽ നിന്നൊക്കെ നമ്മളെ പിള്ളേരെടുത്ത് ഒരു വാക്സിനേഷൻ സമ്മതപത്രം കൊടുത്തു വിടുന്നുണ്ട്. ഇത് ജാപ്പനീസ് എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖത്തിനെതിരെയുള്ള വാക്സിനേഷന് വേണ്ടിയാണ്. അതായത് ജപ്പാൻ മസ്തിഷ്ക ജ്വരം. ഇപ്പോൾ ഒരുപാട് പേരൻസിന് ഡൗട്ട്സ് ഉണ്ട് ഈ ജപ്പാനീസ് എൻസെഫലൈറ്റിസ് വാക്സിനേഷനെ കുറിച്ചിട്ടുണ്ട്. അവർക്ക് ഉള്ള ഡൗട്ടുകൾ എന്ന് വെച്ചാൽ ഇത് കൊടുക്കാൻ പറ്റുമോ, അത് കൊടുത്താൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അത് കൊടുക്കാതിരുന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ഉള്ളതാണ്. ആദ്യം ജപ്പാനീസ് എൻസെഫലൈറ്റിസ് എന്താണ് അസുഖം എന്നുള്ളത് വ്യക്തമായി തരാം. ഇത് വളരെ നമ്മളെ തലച്ചോറിനെ ബാധിക്കുന്ന വളരെ ഗുരുതരമായിട്ടുള്ളൊരു അസുഖമാണ്. ഇത് സാധാരണ കണ്ടുവരാറ് പന്നികളിലും പിന്നെ ചില വാട്ടർ ബേർഡ്സിലൊക്കെയാണ്. ഇത് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ അതിശക്തമായ പനിയും തലവേദനയും ഛർദി പിന്നെ അബോധാവസ്ഥ അപസ്മാരം ഇങ്ങനെയൊക്കെ കാണപ്പെടാം. 30% വരെ ആളുകളിൽ മരണവും ഒരു 40-50% വരെ ആളുകൾക്ക് സ്ഥിരമായിട്ടുള്ള വൈകല്യങ്ങളും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇത് വരുന്നതും അത്രയ്ക്കും ഗുരുതരമായൊരു വൈറൽ ഇൻഫെക്ഷനാണ് ഈ ജാപ്പനീസ് എൻസെഫലൈറ്റിസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും മുമ്പേ കണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരം, ആലപ്പുഴ എന്നിവിടങ്ങളിലും മുമ്പ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഈടായിട്ട് നമ്മുടെ മലപ്പുറം, കോഴിക്കോട് ഭാഗങ്ങളിലും ഇതേ അസുഖം കണ്ടുവരുന്നത് കൊണ്ടാണ് നമ്മുടെ ഗവൺമെൻറ് ഇപ്പോൾ ഒരു പുതിയൊരു വാക്സിനേഷൻ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ഇതിനെ കണ്ടുപിടിക്കാനും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും വളരെ ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെയുള്ള പ്രിവെൻഷനാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ നമ്മളെ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് 1 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളിൽ ഒരു സിംഗിൾ ഡോസ് വാക്സിനേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഇത് അംഗനവാടി വഴിയും സ്കൂളുകൾ വഴിയും കുട്ടികൾക്ക് ഓരോ ഡോസ് വീതം കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ കുട്ടികൾക്ക് പ്രതിരോധം കൈവരിക്കാനാകും. ഇത് കാര്യമായി കണ്ടുവരുന്നത് 15 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഏജ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യാൻ കാരണം. ഈ ഒരു സ്റ്റേജിന് ശേഷം അടുത്ത വർഷം മുതൽ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഈ വാക്സിനേഷൻ 1 വയസ്സിന് താഴെയുള്ള ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഈ വാക്സിൻ വളരെ സേഫ് ആയിട്ടുള്ളതാണ്. ഇനാക്ടിവേറ്റഡ് കിൽഡ് വാക്സിനാണ്. അതുപോലെ കാര്യമായിട്ട് സൈഡ് എഫക്റ്റ് ഇല്ലാത്തതും കുട്ടികൾക്ക് നിർബന്ധമായും കൊടുക്കേണ്ട ഒരു വാക്സിനാണ്.